morning, children. In this video, I'll help you learn the part 3 of Life with Grandfather in your Unit 1, Reign of Love in your Class 6 English textbook. ഇപ്പോൾ നിങ്ങളുടെ ക്ലാസ് 6 ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ റെയിൻ ഓഫ് ലവ് എന്ന യൂണിറ്റ് 1-ലെ ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ എന്ന ലെസനാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തന്നെ ഞാൻ ഇതിന് മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഞാൻ 3 പാർട്ടായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നാണ് പാർട്ട് 3, അതായത് ദ ന്യൂസ് സ്പ്രെഡ്സ് എന്ന് പറയുന്ന ഹെഡിങ് തൊട്ടുള്ള 3 പേജസാണ് ഇന്നത്തെ വീഡിയോയിൽ. ആ 3 പേജസ് എക്സ്പ്ലെയിൻ ചെയ്യുകയും ആ 3 പേജസിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ന്യൂ വേർഡ്സ് ആൻഡ് മീനിങ്സും ആണ് ഇന്ന് ഞാനിവിടെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇതിന് മുന്നത്തെ വീഡിയോസിൽ നമ്മൾ എന്താണ് പഠിച്ചത്? പാർട്ട് 1, പാർട്ട് 2-ലായിട്ട് നമ്മൾ ഗ്രാൻഡ് ഫാദറിൻ്റെയും ഗ്രാൻഡ് മദറിൻ്റെയും കൂടി അവരുടെ കൂടെ താമസിക്കാൻ വരുന്നതും അവരുടെ വീടിന് ചുറ്റുമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും നല്ല രസമുള്ള തൊടിയും പറമ്പും പാഡി ഫീൽഡ്സും ഒക്കെ ഉണ്ടെന്നും ആ ഗാർഡനിലൊക്കെ കീരികളും ജക്കാൾസും ഒക്കെ വരുന്ന കാര്യമൊക്കെ നമ്മൾ ഇതിന് മുൻപത്തെ വീഡിയോസിൽ പറഞ്ഞിരുന്നു. അപ്പം ഈ കഥയിലെ സംഭവം എന്താണ്? ദ സ്റ്റോറി ഈസ് one day grandfather is going to pluck some jasmine flowers from a jasmine bush under a sandalwood tree. അല്ലേ, ചന്ദനമരത്തിന് താഴെ നിൽക്കുന്ന മുല്ലയിൽ നിന്നും കുറച്ച് മുല്ലപ്പൂ പറിക്കാൻ വേണ്ടി മുത്തശ്ശൻ പോയപ്പോൾ രാജ ഓൾസോ വെൻ വിത്ത് ഹിം. നല്ല മഴ കഴിഞ്ഞുള്ളൊരു വൈകുന്നേരമായിരുന്നു അത്. രാജ നോക്കിയപ്പോൾ he saw rain drops on the leaves. ആ ചന്ദനമരത്തിൻ്റെ ഇല മുഴുവൻ മഴത്തുള്ളികൾ ഇരിക്കുന്ന കണ്ടു. അപ്പോൾ ഹി അണ്ടർസ്റ്റുഡ്, അവനത് കുലുക്കിയാൽ അത് ആ മരം പെയ്യും, അല്ലെങ്കിൽ അതായത് മഴ പെയ്തു നിന്ന് മരം നനഞ്ഞു നിൽക്കുമ്പോൾ മരം കുലുക്കിയാൽ മരം പെയ്യും, അല്ലേ? അങ്ങനെ ആ മരം കുലുക്കിയാൽ നല്ല മഴ കിട്ടുമെന്ന് അവന് മനസ്സിലായി. ആൻഡ് ഹി ഷുക്ക് ദ ട്രീ ആൻഡ് ഗ്രാൻഡ് ഫാദർ ആൻഡ് രാജ became soaked in water. അപ്പോൾ മുത്തശ്ശന് ഭയങ്കര ദേഷ്യം വന്ന് മുത്തശ്ശൻ അവനെ അടിക്കാനായി ഓടിച്ചു. അങ്ങനെ അവൻ ഓടിപ്പോയി പാഡി ഫീൽഡിൽ പോയി ഒളിച്ചിരുന്നു. രാത്രിയായപ്പോൾ അവൻ പേടിച്ച് എവിടെ വന്നിരുന്നു? ആ വീട്ടിലെ കാലിത്തൊഴുത്തിൻ്റെ മുകളിലെ തട്ടിൻ്റെ പുറത്ത് വന്നിരുന്നു. അപ്പോൾ മുത്തശ്ശി ഇങ്ങനെ അവനെ തപ്പി നടക്കുകയാണ്. രാത്രിയായിട്ടും കുഞ്ഞിനെ കാണുന്നില്ല. മുത്തശ്ശി അവനെ വീട്ടിനകത്തെല്ലാം തപ്പി ആ പറമ്പിലെല്ലാം നടന്ന് ഉറക്കെ പേര് വിളിച്ചിട്ടൊന്നും ആരും വിളി കേൾക്കുന്നില്ല. അങ്ങനെ മുത്തശ്ശി സങ്കടപ്പെട്ട് ഗ്രാൻഡ് ഫാദറിനോട് വന്ന് ചോദിക്കുകയാണ്, അവൻ എന്തിയെന്ന് ചോദിക്കുക. അപ്പോൾ ഗ്രാൻഡ് ഫാദർ എന്താ പറയുക? അവൻ വീട്ടിൽ എവിടെയെങ്കിലും കാണും, നീ പോയി നോക്കുമെന്ന് പറയും. പക്ഷേ മുത്തശ്ശി പറയാം, ഞാൻ വീട്ടിലെല്ലായിടത്തും നോക്കിയിട്ടും രാജായെ കാണുന്നില്ല. അപ്പോൾ ഇനിയാണ് ദ ന്യൂസ് സ്പ്രെഡ്സ് എന്ന് പറയുന്ന പോർഷൻ, ഹെഡിങ് ഉള്ള പോർഷൻ വരുന്നത്. അപ്പോൾ ഐ വിൽ റീഡ് ദ പോർഷൻ നൗ. യു ഷുഡ് ലിസൺ ടു ഇറ്റ് പ്രോപ്പർലി സോ ദാറ്റ് യു ക്യാൻ ഇംപ്രൂവ് യുവർ പ്രൊനൗൺസിയേഷൻ. I will read now. The news spreads. Then grandfather stood up and went outside and called aloud, "Come, Raja, come, I won't beat you." But I did not answer him, for I thought that he would beat me. Grandmother was angry and said, "He won't come, you drove him away. I heard you say that you would beat him if he come home. Poor child, he is afraid of you and has run away." അപ്പോൾ എന്താ അവിടെ ചെയ്യുന്നേ? ഗ്രാൻഡ് മദർ വന്ന് ഞാൻ എല്ലായിടത്തും തപ്പിയിട്ടും രാജായെ കാണാനില്ല എന്ന് പറഞ്ഞപ്പോൾ grandfather stood up and went outside and called aloud. അത് കേട്ടപ്പോൾ ഗ്രാൻഡ് ഫാദർ വീട്ടിൽ നിന്ന് വരാന്തയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ചെന്ന് അവിടുന്ന് ഉറക്കെ വിളിക്കുകയാണ്, "കം രാജ, നീ വാ, ഐ വോണ്ട് ബീറ്റ് യു, ഞാൻ നിന്നെ അടിക്കത്തില്ല, നീ തിരികെ വാ" എന്ന് പറയുകയാണ്. But I did not answer him, for I thought that he would beat me. ഈ രാജ ഇത് കേട്ടു. എവിടെ ഇരുന്ന് കേട്ടു? ആ പശുത്തൊഴുത്തിൻ്റെ തട്ടിൻ്റെ പുറത്ത്, ആ ലോഫ്റ്റിലിരുന്ന് രാജ ഈസ് ഹിയറിംഗ് ദിസ്. ഈ വിളിക്കുന്നത് കേൾക്കുന്നുണ്ട്. പക്ഷേ ഹി വിൽ നോട്ട് ആൻസർ. അവൻ വിളി കേൾക്കത്തില്ല. കാരണം അവൻ പേടിക്കുകയാണ്. അവന് പേടിയാണ്. വിളിച്ച് വരുത്തിയിട്ട് പിന്നെയും മുത്തശ്ശൻ എന്നെ തല്ലിയാലോ എന്ന് പേടിയാണ്. ഗ്രാൻഡ് മദർ വാസ് ആംഗ്രി ആൻഡ് സെഡ്. അപ്പോൾ ഗ്രാൻഡ് മദറിന് ആകെ ദേഷ്യം വന്നിരിക്കുകയാണ്. എന്താ പറയുന്നേ? ഹി വോണ്ട് കം, അവൻ വരില്ല. യു ഡ്രോവ് ഹിം അവേ, നിങ്ങളാണ് അവനെ ഓടിച്ചു കളഞ്ഞത്. ഐ ഹേർഡ് യു സേ ദാറ്റ് യു വുഡ് ബീറ്റ് ഹിം ഇഫ് യു കം ഹോം. തിരിച്ച് വീട്ടിൽ വന്നാലും ഞാൻ നിന്നെ അടിക്കുമെന്ന് നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. പുവർ ചൈൽഡ്, ഹി ഈസ് അഫ്രേഡ് ഓഫ് യു ആൻഡ് ഹാസ് റൺ അവേ. പാവം കുട്ടി, അവൻ നിങ്ങളെ പേടിച്ചിട്ട് ഇവിടുന്ന് ഓടിപ്പോയതായിരിക്കും എന്ന് പറഞ്ഞ് ഗ്രാൻഡ് മദറിന് ആകെ ദേഷ്യം വരികയാണ്. Grandfather called the servants and asked them to go out and look for me. They went out, but after a while returned to say that they could not find me. Grandmother started weeping. Grandfather started walking up and down the courtyard. The news that I was missing spread. Our neighbors came first
then our relatives, and then others who had heard the bad news. Many came to offer their sympathies to grandmother. അപ്പോൾ ഗ്രാൻഡ് ഫാദർ ഇവനെ ഉറക്ക വിളിച്ചിട്ടും രാജ ഇറങ്ങി വരാതിരിക്കുകയാണ്. അപ്പം അത് കണ്ട് ഗ്രാൻഡ് മദർ ആകെ ദേഷ്യം പിടിച്ച് നിൽക്കുമ്പോൾ ഗ്രാൻഡ് ഫാദർ എന്ത് ചെയ്യും? ഹി കോൾ ദ സെർവൻസ് ആൻഡ് ആസ്ക് ദം ടു ഗോ ഔട്ട് ആൻഡ് ലുക്ക് ഫോർ മീ. അദ്ദേഹം ആ വീട്ടിലെ വേലക്കാരെല്ലാം വിളിച്ചിട്ട് പറയും, പുറത്തെല്ലാം പോയി രാജായെ തേടിക്കൊണ്ടുവരാൻ പറയും. They went out, but after a while returned to say that they could not find me. അവരെല്ലാവരും പുറത്തു പോയി കുറച്ച് കഴിഞ്ഞിട്ട് അവരെല്ലാം തിരിച്ചു വന്നിട്ട് പറയും, അവൻ രാജായെ കണ്ടുകിട്ടിയില്ല. അപ്പോൾ ഇവിടെ നോക്കിക്കേ, they went out, but after a while എന്ന് പറഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞ്. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവരെല്ലാം തിരിച്ചു വന്ന് പറയുകയാണ് അവനെ കിട്ടിയില്ല. ഗ്രാൻഡ് മദർ സ്റ്റാർട്ടഡ് വീപ്പിംഗ് എന്ന് പറഞ്ഞാൽ കരയാൻ ആരംഭിച്ചു. ഗ്രാൻഡ് മദർ കരയാൻ ആരംഭിച്ചു. ഗ്രാൻഡ് ഫാദർ സ്റ്റാർട്ടഡ് വാക്കിംഗ് അപ്പ് ആൻഡ് ഡൗൺ ദ കോർട്ട്യാർഡ്. മുത്തശ്ശന് മുറ്റത്തൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്താൻ തുടങ്ങി, അല്ലെങ്കിൽ നടക്കാൻ തുടങ്ങി. അങ്ങോട്ടും മുമ്പിലോട്ട് പുറകിലോട്ട് ഇങ്ങനെ നടക്കുകയാണ് മുറ്റത്തൂടി. ദ ന്യൂസ് ദാറ്റ് ഐ വാസ് മിസ്സിംഗ് സ്പ്രെഡ്. എന്നെ കാണാനില്ലെന്ന ന്യൂസ് അങ്ങ് പരന്നു. സ്പ്രെഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ന്യൂസ് ഇങ്ങനെ എല്ലാവരും അറിഞ്ഞു, അല്ലെങ്കിൽ പരസ്യമായി എന്നാണ് അതിൻ്റെ അർത്ഥം. അവർ നെയ്ബേഴ്സ് കെയിം ഫസ്റ്റ്, then our relatives, and then others who had heard the bad news. അപ്പം ഞങ്ങളുടെ അയൽക്കാരെല്ലാം വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കുറച്ച് ബന്ധുക്കൾ അടുത്തുണ്ടെന്ന് പറഞ്ഞില്ലേ, അവരെല്ലാവരും വന്നു. അതുകൂടാതെ കുറച്ച് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉള്ള എല്ലാ ആളുകളും ഈ എന്നെ കാണാനില്ല, രാജായെ കാണാനില്ല എന്നുള്ള ന്യൂസ് കേട്ട് അവരെല്ലാവരും വീട്ടിലേക്ക് വന്നു. മെനി കെയിം ടു ഓഫർ ദെയർ സിമ്പതീസ് ടു ഗ്രാൻഡ് മദർ. എന്താണ് സിമ്പതി? സഹതാപം അല്ലേ, ഒരു മനസ്സലിവ് തോന്നുക. അപ്പോൾ ഇവരെല്ലാവരും മുത്തശ്ശിയെ കണ്ട് സഹതാപം അറിയിക്കാൻ വേണ്ടി വന്നാണ്. കുട്ടിക്ക് എന്ത് പറ്റിയെന്ന് അറിയുന്നില്ലല്ലോ എന്ന് ആലോചിച്ച് അവർക്കും ഒക്കെ ഒരു വിഷമമുണ്ട്. അപ്പോൾ ആ വിഷമം അറിയിക്കാൻ വേണ്ടിയാണ് അവരെല്ലാവരും ആ വീട്ടിലേക്ക് വന്നത്. ഗ്രാൻഡ് ഫാദർ ഡിഡ് നോട്ട് ലൈക്ക് ദിസ്. ഹി ഷൗട്ടഡ്, "Nothing has happened to the boy. He's hiding somewhere. Can't some of you go out and find him instead of wasting your time here?" Some of them went out to search for me. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വീട്ടിൽ വന്ന് സഹതാപം അറിയിക്കാൻ വന്നത് മുത്തശ്ശന് അത്ര ഇഷ്ടമായില്ല. മുത്തശ്ശൻ ഷൗട്ട് ചെയ്തു. എന്താ ഉറക്കെ പറഞ്ഞേ? "Nothing has happened to the boy." അവനൊന്നും പറ്റിയിട്ടില്ല, കുട്ടിക്കൊന്നും പറ്റിയിട്ടില്ല. "He's hiding somewhere." അവൻ എവിടെയോ ഒളിച്ചിരിക്കുകയാണ്. "Can't some of you go out and find him instead of wasting your time here?" നിങ്ങളെല്ലാവരും ഇവിടെ കൂടി നിൽക്കുന്നതിന് പകരം പുറത്തു പോയി കുട്ടിയെന്ന് തെരഞ്ഞുകൂടെ? ഇങ്ങനെ മുത്തശ്ശൻ പറഞ്ഞപ്പോൾ "Some of them went out in search of me." ചിലരെല്ലാം പുറത്തുപോയി എന്നെ തേടാൻ ആരംഭിച്ചു എന്ന് രാജ പറയുകയാണ്. രാജ ഇതെല്ലാം ആ ലോഫ്റ്റിൽ ഇരുന്ന് കാണുകയാണ് അല്ലേ. രാജായെ നോക്കാൻ വേണ്ടി മുത്തശ്ശൻ ഇവരെല്ലാം പറഞ്ഞു വിടുന്നതൊക്കെ രാജ അവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നോക്കിക്കുക സെൻറ്റൻസ്, "Can't some of you go out and find him instead of wasting your time here?" ഇൻസ്റ്റെഡ് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനെന്തെങ്കിലും പകരമായിട്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇവിടെ നിന്ന് സമയം പാഴാക്കി കളയുന്നതിന് പകരം, വേസ്റ്റ് ചെയ്യുന്നതിന് പകരം അതാണ് ഇൻസ്റ്റെഡ് ഓഫ്. നിങ്ങൾക്ക് പുറത്തുപോയി കുട്ടിയെ തേടിക്കൂടെ എന്നാണ് മുത്തശ്ശൻ ചോദിക്കുന്നത്. More and more people came and soon there was a big crowd. By now, grandmother had lost all hope of seeing me again. She started telling the people what a good boy I was. The search parties returned without finding me. Grandmother started weeping loudly. The women in the crowd also wept. The servants of the house joined in the wailing. They all acted as if I were dead. I felt very sorry for grandmother. I wanted to come out. അപ്പോൾ ആ വീട്ടിലേക്ക് കൂടുതൽ ആളുകൾ ഈ വിവരമറിഞ്ഞ് ഈ രാജായെ കാണാനില്ലെന്ന ന്യൂസ് സ്പ്രെഡായി അല്ലേ. ആ ന്യൂസ് പരന്നതിനെ തുടർന്ന് ഒത്തിരി ആളുകൾ ഇവരുടെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ ഇതൊരു നാട്ടിൻപുറമാണ്, അതുകൊണ്ടാണ് ഇത്രയധികം ആളുകൾ നമ്മളുടെ വീടുകളിലേക്കൊക്കെ വരുന്നത്. അങ്ങനെ ആൾക്കാരെല്ലാം വന്ന് അവിടെ ഒരു വലിയൊരു ആൾക്കൂട്ടം അല്ലെങ്കിൽ ഒരു വലിയൊരു പുരുഷാരം തന്നെ ആ വീട്ടിൽ എത്തിപ്പെട്ടു. By now grandmother had lost all hope of seeing me again. ഇത്രയൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് മുത്തശ്ശിക്ക് ഇനി എന്നെ എന്ന് പറഞ്ഞാൽ രാജായെ കാണാൻ പറ്റുമോ, ഇനി അവനെ കാണാൻ കിട്ടുമോ എന്ന വിഷമം കാരണം ആകെ എല്ലാ പ്രതീക്ഷയും നശിച്ചു. കാണാനേ പറ്റില്ല എന്നാണ് മുത്തശ്ശി വിചാരിക്കുന്നത്. She started telling people what a good boy I was. മുത്തശ്ശി സങ്കടപ്പെട്ട് പറഞ്ഞു തുടങ്ങി, അയ്യോ അവൻ എന്ത് നല്ലൊരു കുട്ടിയായിരുന്നു എന്നൊക്കെ വരുന്ന ആളുകളോട് പറയാൻ തുടങ്ങി. The search parties returned without finding me. സെർച്ച് പാർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്?
ഇവനെ പോയ ആളുകളുടെ ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ അല്ലേ, ചിലപ്പോൾ 2-3 ആൾക്കാരുള്ള പല കൂട്ടങ്ങളായിട്ട് തിരിഞ്ഞായിരിക്കും അവർ രാജായെ തേടി പോയിട്ടുണ്ടാവുക. അപ്പോൾ ആ സെർച്ച് പാർട്ടീസ് അവരെല്ലാം തന്നെ റിട്ടേൺ വിത്തൗട്ട് ഫൈൻഡിങ് മീ, എന്നെ കണ്ടുപിടിക്കാതെ അവരെല്ലാവരും തിരിച്ചെത്തി. ഗ്രാൻഡ് മദർ സ്റ്റാർട്ടഡ് വീപ്പിംഗ് ലൗഡ്ലി. അത്രയും കൂടി ആയപ്പോൾ മുത്തശ്ശി വലിയ ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. ദ വിമൻ ഇൻ ദ ക്രൗഡ് ഓൾസോ വെപ്റ്റ്. അവിടെ കൂടിയ ആൾക്കൂട്ടത്തിലെ സ്ത്രീകൾക്കും ഒക്കെ ഇത് കണ്ടു നിന്നിട്ട് സങ്കടം സഹിക്കാൻ വയ്യാതെ അവരും എല്ലാവരും കരയാൻ തുടങ്ങി. ദ സെർവൻസ് ഓഫ് ദ ഹൗസ് ജോയിൻഡ് ഇൻ ദ വെയിലിംഗ്. അപ്പോൾ വീട്ടിലെ വേലക്കാരെല്ലാം ഈ മുത്തശ്ശിയും മറ്റു സ്ത്രീകളും കരയുന്നുണ്ട്, അവരും അലമുറയിട്ടങ്ങ് കരയാൻ തുടങ്ങി. ദേ ഓൾ ആക്റ്റഡ് ആസ് ഇഫ് ഐ വർ ഡെഡ്. അവരെല്ലാം കാണിക്കുന്നത് കണ്ടാൽ തോന്നും ഞാൻ മരിച്ചുപോയി, രാജാവ് മരിച്ചുപോയി എന്നുള്ള രീതിയിലാണ് ഇവരെല്ലാവരും ഉറക്കെ കിടന്ന് കരയുകയും നിലവിളിക്കുകയൊക്കെ ചെയ്യുന്നത്. ഐ ഫെൽറ്റ് വെരി സോറി ഫോർ ഗ്രാൻഡ് മദർ, ഐ വാണ്ടഡ് ടു കം ഔട്ട്. എനിക്ക് മുത്തശ്ശിയെ പറ്റി ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടം തോന്നി, എനിക്ക് പ്രയാസം തോന്നി, എനിക്ക് പുറത്ത് വരണമെന്നുണ്ടായിരുന്നു. ഗ്രാൻഡ് ഫാദർ വാസ് എ മാൻ ഓഫ് സ്ട്രോങ് വിൽ, ബട്ട് ഐ ന്യൂ ദാറ്റ് ഹീ ടു ഫെൽറ്റ് വെരി സാഡ്. ഹീ ഡിഡ് നോട്ട് ഹൗവർ ലൂസ് ഹോപ്പ്. He stood up, turned in the direction of our family temple and prayed. Help me, God, he said. Give me my child. I want him now. I cannot wait any longer. He then stood silent in prayer. ഗ്രാൻഡ് ശരിക്കും പറയാൻ നല്ല മനഃശക്തിയുള്ള ഒരാളാണ്. പക്ഷേ മുത്തശ്ശനും നല്ല സങ്കടമായി എന്ന് രാജയ്ക്ക് മനസ്സിലായി. ഐ ന്യൂ ദാറ്റ് ഹീ ടു ഫെൽറ്റ് വെരി സാഡ്. രാജയ്ക്ക് മനസ്സിലായി, മുത്തശ്ശനും വലിയ സങ്കടമായി. അപ്പോൾ സ്ട്രോങ് വിൽ, ഗ്രാൻഡ് ഫാദർ വാസ് എ മാൻ ഓഫ് സ്ട്രോങ് വിൽ. എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല മനഃശക്തി അല്ലേ. അപ്പോൾ സ്ട്രോങ് വിൽ എന്ന് പറഞ്ഞാൽ നല്ല മനഃശക്തിയുള്ള ഒരാളാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബട്ട് ഹീ ഡിഡ് നോട്ട് ഹൗവർ ലൂസ് ഹോപ്പ്. ഏതായാലും മുത്തശ്ശന് പക്ഷേ പ്രതീക്ഷ നശിച്ചിട്ടില്ലായിരുന്നു. കാരണം മുത്തശ്ശന് അറിയാം അവരൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല എന്നറിയായിരുന്നു. ഹി സ്റ്റുഡ് അപ്പ്, turned in the direction of her family temple and prayed. മുത്തശ്ശൻ എണീറ്റ് ഞങ്ങളുടെ കുടുംബക്ഷേത്രം അല്ലേ, ഫാമിലി ടെമ്പിൾ എന്ന് പറഞ്ഞാൽ കുടുംബക്ഷേത്രം നിൽക്കുന്ന ദിക്കിലേക്ക് തിരിഞ്ഞു നിന്ന് കൈകൂപ്പി പ്രാർത്ഥിക്കുകയാണ്. എന്താ പ്രാർത്ഥിക്കുന്നേ? ഹെൽപ്പ് മീ ഗോഡ്, ദൈവമേ എന്നെ സഹായിക്കണേ. ഗീവ് മീ മൈ ചൈൽഡ്, ഐ വാണ്ട് ഹിം നൗ, ഐ കനോട്ട് വെയിറ്റ് എനി ലോങ്ങർ. എൻ്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു തരണേ. എൻ്റെ കുഞ്ഞെന്ന് പറഞ്ഞാൽ ആരുടെ കാര്യമാണ്? രാജായുടെ കാര്യം. എൻ്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു തരണേ, എനിക്ക് അവനെ വേണം, എനിക്കിനി അവന് വേണ്ടി ഒത്തിരി നേരമൊന്നും കാത്തിരിക്കാൻ സാധിക്കില്ല. ഹി ദെൻ സ്റ്റുഡ് സൈലന്റ് ഇൻ പ്രയർ. എന്നിട്ട് മുത്തശ്ശൻ അങ്ങനെ മിണ്ടാതെ ഒന്നും ഉരിയിടാതെ പ്രാർത്ഥിച്ചുകൊണ്ടേ അവിടെ നിൽക്കുകയാണ്. അറ്റ് ദാറ്റ് മൊമെന്റ് അങ്കിൾ റിട്ടേൺഡ്. ഹി ലേൺഡ് വാട്ട് വാസ് ഹാപ്പനിങ് അറ്റ് ഹോം. ഹി ലുക്ക്ഡ് അറൗണ്ട് ആൻഡ് ഗെസ്ഡ് വേർ ഐ വാസ്. ഹി കെയിം ടു ദ cowshed and asked me to come down. I came down. Uncle took me into the house. Grandfather had just finished his prayer and turned. As he opened his eyes, he saw me standing before him. He took me up in his arms in joy, hugged me and said, God heard my prayers and has given you back to us. അപ്പോൾ മുത്തശ്ശൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അങ്കിള് തിരിച്ച് വീട്ടിലേക്ക് വരുന്നത്. അങ്കിൾ റിട്ടേൺഡ് അല്ലേ, തിരിച്ചു വന്നു. ഹി ലേൺഡ് വാട്ട് വാസ് ഹാപ്പനിങ് അറ്റ് ഹോം. വീട്ടിൽ എന്താ സംഭവിക്കുന്നതെന്ന് അങ്കിള് മനസ്സിലാക്കി. ഇപ്പോൾ ഹി ലേൺഡ്, സാധാരണ നമ്മൾ ലേൺ എന്ന് പറഞ്ഞാൽ പഠിക്കുക എന്നല്ലേ നമ്മൾ സാധാരണ അർത്ഥമാക്കുന്നത്. ഇവിടെ നമുക്ക് ലേണിന് മനസ്സിലാക്കുക എന്നും കൂടി നമുക്കൊരു അർത്ഥത്തിൽ നമുക്ക് പറയാം. അപ്പോൾ ഹി ലേൺഡ് വാട്ട് വാസ് ഹാപ്പനിങ് അറ്റ് ഹോം. ഇവിടെ എന്താ നടക്കുന്നതെന്ന് അങ്കിള് മനസ്സിലാക്കി. ഹി ലുക്ക്ഡ് അറൗണ്ട് ആൻഡ് ഗെസ്ഡ് വേർ ഐ വാസ്. അങ്കിൾ ഉടനെ തന്നെ ചുറ്റുമെല്ലാം നോക്കിയപ്പോൾ അങ്കിളിന് മനസ്സിലായി ഞാൻ എവിടെയാണ് ഉണ്ടാകുക. He came to the cowshed and asked me to come down. അങ്കിൾ നേരെ പശുത്തൊഴുത്തിലേക്ക് വന്നിട്ട് മുകളിലേക്ക് നോക്കി എന്നോട് പറയുകയാണ്, ഇറങ്ങി വാ രാജാ, നീ ഇറങ്ങി വാ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. I came down. ഞാൻ ഇറങ്ങി വന്നു. Uncle took me into the house. Grandfather had just finished his prayer and turned. അങ്കിൾ എന്നെയും കൊണ്ട് വീട്ടിലേക്ക് ചെന്നപ്പോൾ മുത്തശ്ശൻ പ്രാർത്ഥന കഴിഞ്ഞ് തിരിഞ്ഞിങ്ങോട്ട് നിന്നപ്പോഴത്തേക്കാണ് എന്നെയും കൊണ്ട് അങ്കിള് വീട്ടിലേക്ക് ചെന്നത്. As he opened his eyes, he saw me standing before him. മുത്തശ്ശൻ പ്രാർത്ഥന കഴിഞ്ഞ് കണ്ണു തുറന്നപ്പോൾ കാണുന്നത് ആരെയാണ്? എന്നെയാണ് കാണുന്നത്. ഞാനാണ് മുത്തശ്ശന് മുൻപിൽ നിൽക്കുന്നത്. He took me up in his arms in joy, hugged me and said, God heard my prayers and has given you back to us. മുത്തശ്ശൻ ഇവനെ കണ്ടപ്പോൾ അങ്ങ് ഭയങ്കര സന്തോഷമായി. പെട്ടെന്ന് തന്നെ മുത്തശ്ശൻ രാജായെ കയ്യിൽ കോരിയെടുത്ത് അവനെ കെട്ടിപ്പിടിച്ചിട്ട് പറയുകയാണ്, ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ട് നിന്നെ ഞങ്ങൾക്ക്
തിരിച്ചു തന്നു. Let's see who the author of the story is. Keshavan Shankara Pillai, 1902 to 89, known as Shankar, was an Indian cartoonist and writer. He is considered as the father of Indian cartoons. He is particularly noted for his political cartoons. He is most remembered for establishing Children's Book Trust in 1957 and Shankar's International Dolls Museum in 1965. Shankar won many awards like Padma Shri in 1956, Padma Bhushan in 1966, and Padma Vibhushan in 1976. His work, Life with Grandfather, is a fiction published in 1953. Keshavan Shankara Pillai. Who is he? He is known as Shankar, the famous Indian cartoonist. ഇന്ത്യയിലെ വളരെ പ്രശസ്തനായ ഒരു കാർട്ടൂണിസ്റ്റാണ് ശങ്കർ. അപ്പം അദ്ദേഹത്തിൻ്റെ ഫേമസ് വർക്കാണ് ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ. അപ്പം അതുകൂടാതെ കേശവൻ ശങ്കരപിള്ളയെ പറ്റി വേറെ ഒന്നുകൂടി പറയുന്നുണ്ട്. ഹീസ് ഓൾസോ കോൾഡ് ആസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ കാർട്ടൂൺസ്, കേട്ടോ. ആൻഡ് അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ കാർട്ടൂൺസിനെ, ഈ രാഷ്ട്രീയ തരത്തിലുള്ള കാർട്ടൂണുകൾ വരയ്ക്കുന്നതിൽ വളരെയധികം പ്രഗത്ഭനുമായിരുന്നു. അതുപോലെ തന്നെ ഹീ ഈസ് മോസ്റ്റ് റിമെമ്പേർഡ് ഫോർ എസ്റ്റാബ്ലിഷിങ് ചിൽഡ്രൻസ് ബുക്ക് ട്രസ്റ്റ് ഇൻ 1957. അപ്പോൾ ചിൽഡ്രൻസ് ബുക്ക് ട്രസ്റ്റ് ആരാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്, അല്ല ആരാണത് കൊണ്ടുവന്നത്? കാർട്ടൂണിസ്റ്റ് ശങ്കറാണ്. ഇനി അതുപോലെ തന്നെ ശങ്കേഴ്സ് ഇൻ്റർനാഷണൽ ഡോൾസ് മ്യൂസിയം 1965 ശങ്കേഴ്സ് ഇൻ്റർനാഷണൽ ഡോൾസ് മ്യൂസിയം എസ്റ്റാബ്ലിഷ് ചെയ്തതും അല്ലെങ്കിൽ സ്ഥാപിച്ചതും ഈ കാർട്ടൂണിസ്റ്റ് ശങ്കറാണ്. അതുപോലെ തന്നെ അദ്ദേഹം ഒത്തിരി അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ, ഇതെല്ലാം തന്നെ അദ്ദേഹത്തിന് ഇന്ത്യ ഗവൺമെൻറ് കൊടുത്തിട്ടുള്ള പുരസ്കാരങ്ങൾ. Now let's see the new words and meanings. First word, draw. To force somebody to act in a particular way. ആരെങ്കിലും എന്തെങ്കിലും പ്രത്യേക രീതിയിൽ ചെയ്യുവാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നതിനെയാണ് draw away എന്നൊക്കെ പറയുന്നത്. 2. weeping. To cry. കരയുക. മൂന്നാമത്തെ, courtyard. An open space of a house or a castle surrounded partially or completely by buildings. അപ്പോൾ നമ്മളുടെ വീടിൻ്റെ മുൻഭാഗത്തുള്ളതോ പുറകിലായിട്ടുള്ളതോ പറമ്പോ മുറ്റത്തിനെ ബിൽഡിങ്സ് കൊണ്ട് പാർഷ്യലി, എന്നാൽ ഭാഗികമായി മറ്റ് കെട്ടിടങ്ങൾ കൊണ്ട് മറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ മുഴുവനായും മറഞ്ഞിരിക്കുന്നത്, അങ്ങനെയുള്ള സ്ഥലങ്ങൾക്കൊക്കെയാണ് നമ്മൾ കോർട്ട്യാർഡ് എന്ന് പറയുന്നത്. അതായത് മുറ്റം അല്ലെങ്കിൽ നടുമുറ്റം. സ്പ്രെഡ്. To make something affect or be known by more and more people. അപ്പോൾ നിങ്ങൾ ഈ ടെക്സ്റ്റിൻ്റെ കണ്ടെക്സ്റ്റിൽ എന്താണുള്ളത്? സ്പ്രെഡ് എന്നുള്ളത് കൊണ്ട് രാജായെ കാണാനില്ലാത്ത ന്യൂസ് സ്പ്രെഡ് ചെയ്തു, അല്ലേ? ആ ന്യൂസ് പരന്നു, അതാണ്. എന്തെങ്കിലും ഒരു കാര്യം പരസ്യമായി അല്ലെങ്കിൽ പരന്നു. സ്പ്രെഡ് എന്നുള്ളതിന് വേറെ ധാരാളം അർത്ഥങ്ങളുണ്ട്, പക്ഷെ നിങ്ങളുടെ കണ്ടെക്സ്റ്റിൽ ഇതായതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ഐ സ്പ്രെഡ് ജാം ഓൺ ബ്രെഡ്, അല്ലേ? അപ്പം ബ്രെഡിൽ ജാം തേച്ചു അല്ലെങ്കിൽ ജാം തേച്ചത് നമുക്ക് സ്പ്രെഡ് എന്ന് പറയാം. അങ്ങനെ വേറെയും അർത്ഥങ്ങൾ ധാരാളമുണ്ട്. Number 5, sympathy. The feeling of being sorry for somebody. സഹതാപം തോന്നുക അല്ലെങ്കിൽ മനസ്സലിവ് തോന്നുക. Number 6, crowd. A large number of people gathered together. ആൾക്കൂട്ടം അല്ലെങ്കിൽ പുരുഷാരം, അതിനാണ് നമ്മൾ crowd എന്ന് പറയുന്നത്. Number 7, instead. In the place of അല്ലെങ്കിൽ എന്തിനെങ്കിലും പകരം. Number 8, wail. To make a long loud cry because you're sad or in pain. നിങ്ങൾ സങ്കടപ്പെട്ട് അല്ലെങ്കിൽ വേദനയിൽ ഉറക്ക വലിയ വായിൽ നിലവിളിക്കുന്നതിനാണ് വെയിൽ എന്ന് പറയുന്നത്. Number 9, will. The ability to control your thoughts and actions in order to achieve what you want to do. എന്തെങ്കിലും നേടുന്നതിന് വേണ്ടി നിങ്ങളുടെ മനസ്സിലെ ആ ഇച്ഛാശക്തിയാണ് നമ്മൾ will എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നല്ല മനഃശക്തി, അതിനാണ് will. Number 10, guess. To find the answer to a question or truth without knowing facts. എന്തെങ്കിലും ഊഹിക്കുന്നതിനെയാണ് നമ്മൾ ഗസ് ചെയ്യുക എന്ന് പറയും. Number 11, hug. To put your arms around somebody and hold them tightly to show that you like them. കെട്ടിപ്പിടിക്കുക. കെട്ടിപ്പിടിക്കുന്നത് അപ്പം എന്താണ് മുത്തശ്ശൻ രാജായെ കയ്യിൽ കോരിയെടുത്ത് കെട്ടിപ്പിടിച്ചു എന്ന് പറഞ്ഞു, അല്ലേ? അപ്പോൾ അവനെ കെട്ടിപ്പിടിക്കുക, ഹഗ് ചെയ്തു എന്ന് പറഞ്ഞു. ഹഗ് ചെയ്യുന്നതാണ് കെട്ടിപ്പിടിക്കുക. 12, ലൂസ് വൺസ് ടെമ്പർ. ഇത് നിങ്ങളുടെ ചാപ്റ്ററിൽ പറഞ്ഞിട്ടില്ല, പക്ഷെ ചാപ്റ്ററിൽ സൈഡിൽ ഒരു ക്വസ്റ്റ്യനിൽ ഈ ഒരു ഇത് ഇംഗ്ലീഷിലൊരു ഫ്രേസ് ആണ് തന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ അർത്ഥം ഇവിടെ പറയുന്നത്. ലൂസ് വൺസ് ടെമ്പർ. ബിക്കം സോ ആംഗ്രി ആൻഡ് ഷൗട്ട് അറ്റ് സംവൺ ആൻഡ് യു ആർ നോ ലോങ്ങർ ഇൻ കൺട്രോൾ ഓഫ് യുവർ സെൽഫ്.
വല്ലാതെ ദേഷ്യം വന്ന് എന്തെങ്കിലുമൊക്കെ വലിച്ചെറിയും, ഭയങ്കരമായ ശബ്ദത്തിൽ ദേഷ്യപ്പെട്ട് പറയുകയും എല്ലാം ചെയ്യുന്നതിനാണ് ലൂസ് വൺസ് ടെമ്പർ എന്ന് പറയുക, അതായത് കോപാകുലനാകുക. Now let's see how to frame sentences with some of the words. Word number 1 is spread. It is easy to spread rumors. അപവാദങ്ങൾ പറഞ്ഞു വരുത്താൻ നല്ല എളുപ്പമാണ്. Number 2, sympathy. When Raju met with an accident, I felt sympathy for him. രാജുവിന് ഒരു ആക്സിഡന്റ് സംഭവിച്ചപ്പോൾ എനിക്ക് അവനോട് സഹതാപം തോന്നി. Number 3, wail. The little girl started wailing after she fell down. താഴെ വീണു കഴിഞ്ഞപ്പോൾ ആ കൊച്ചു പെൺകുട്ടി വലിയ വായിൽ നിലവിളിച്ച് കരയുവാൻ തുടങ്ങി. 4, instead. Instead of studying well, Hari was idling in the paddy fields. നേരെവണ്ണം ഇരുന്ന് പഠിക്കുന്നതിന് പകരം ഹരി എന്ത് ചെയ്യായിരുന്നു? നെൽപ്പാടങ്ങളെല്ലാം ചുമ്മാ നടന്ന് വെറുതെ സമയം കളയുകയായിരുന്നു. 5, will. His strong will helped him to secure gold medal in the running race. അവൻ്റെ ആ നല്ല മനഃശക്തി ഉണ്ടായിരുന്നുകൊണ്ട് അവന് റണ്ണിങ് റേസിൽ ഗോൾഡ് മെഡൽ നേടാൻ കഴിഞ്ഞു. Number 6, lose his temper. My father lost his temper when I failed in the exam. ഞാൻ പരീക്ഷയിൽ തോറ്റപ്പോൾ എൻ്റെ അച്ഛന് വളരെയധികം ദേഷ്യം വന്നു, അല്ലെങ്കിൽ വളരെയധികം കോപാകുലനായി. Now let's see questions and answers. Grandmother felt angry with grandfather. Do you support the grandmother? Why? Yes, I support grandmother for feeling angry with grandfather because she heard grandfather saying that he would beat Raja when he come back home. Grandmother thinks that Raja did not come home as he is afraid of grandfather. അപ്പോൾ മുത്തശ്ശിക്ക് മുത്തശ്ശനോട് ദേഷ്യം തോന്നിയതിൽ നിങ്ങൾ ആരുടെ ഭാഗത്ത് നിൽക്കും? മുത്തശ്ശിയുടെ ഭാഗത്ത് നിൽക്കുമോ? നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമോ? എന്തുകൊണ്ട്? ഞാനാണെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്യും. യെസ്, ഐ സപ്പോർട്ട് ഗ്രാൻഡ് മദർ. എന്തുകൊണ്ട്? കാരണം എന്താണ്? കാരണം ബിക്കോസ് ഷി ഹേർഡ് ഗ്രാൻഡ് ഫാദർ സെയിങ് ദാറ്റ് ഹി വുഡ് ബീറ്റ് രാജ വെൻ ഹി കം ബാക്ക് ഹോം. രാജ തിരിച്ച് വീട്ടിൽ വന്നാൽ അവനെ തല്ലുവെന്ന് മുത്തശ്ശൻ പറഞ്ഞത് മുത്തശ്ശി കേട്ടിരുന്നു. അപ്പൊ മുത്തശ്ശി എന്താ വിചാരിച്ച? ഇത് കാരണമാണ് രാജ തിരിച്ച് വീട്ടിൽ വരാത്തതെന്ന് വിചാരിച്ചാണ് മുത്തശ്ശിക്ക് മുത്തശ്ശനോട് ദേഷ്യം തോന്നിയത്. Question number 2. Why did grandfather lose his temper? ഗ്രാൻഡ് എന്തുകൊണ്ടാണ് കോപാകുലനായത്? ലൂസ് ഹിസ് ടെമ്പറിന്റെ അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നല്ലോ. When the news spread that Raja was missing, all neighbors and relatives came home to offer their sympathies. രാജ മിസ്സിംഗ് ആണെന്നുള്ള ന്യൂസ് പരന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അയൽക്കാരും ബന്ധുക്കളെല്ലാം ഇവരുടെ വീട്ടിൽ വന്ന് സഹതാപം അറിയിക്കുവാൻ വേണ്ടി വന്നു. Grandfather did not like people crowding and sympathizing instead of searching for Raja. That is why he lost his temper. അപ്പം മുത്തശ്ശന് ഇവരെല്ലാവരും കൂടി ഇങ്ങനെ കൂടി നിന്ന് സഹതാപം പറയാൻ വന്നത് മുത്തശ്ശന് ഇഷ്ടപ്പെട്ടില്ല. അത് കാരണമാണ് മുത്തശ്ശന് ആകെ കോപാകുലനായത്. Question number 3. Where might the people have searched for Raja? Why couldn't they find him? ആളുകൾ എവിടെയായിരിക്കും രാജായെ തെരഞ്ഞിട്ടുണ്ടാവുക? എന്തുകൊണ്ടാണ് അവർക്ക് അവനെ കണ്ടുപിടിക്കാൻ സാധിക്കാഞ്ഞത്? The people went out of the house to search for Raja. ആളുകൾ അവനെ വീടിന്റെ വെളിയിലാണ് തെരഞ്ഞു കണ്ടുപിടിക്കാൻ വേണ്ടി പോയത്. They might have searched for him in the garden or paddy fields around the house. അവന് വേണ്ടി തെരഞ്ഞത് വീടിന്റെ വെളിയിലുള്ള പറമ്പിൽ അല്ലെങ്കിൽ അതിനു ചുറ്റും കിടക്കുന്ന വയലുകളിലായിരിക്കാം. They could not find Raja as he was hiding in the loft of the cowshed and not in the garden or paddy fields. അപ്പോൾ അവര് പശുത്തൊഴുത്തിന്റെ തട്ടിന്റെ പുറത്ത് ലോഫ്റ്റിൽ ഒളിച്ചിരുന്നത് കൊണ്ടാണ് അവർക്ക് കണ്ടുപിടിക്കാൻ കഴിയാഞ്ഞത്. കാരണം അവൻ ഗാർഡനിലോ പാഡി ഫീൽഡ്സിലോ ഒന്നും അല്ല ഒളിച്ചിരുന്നത്. Question number 4. I wanted to come out. What prevented Raja from coming out? എനിക്ക് വെളിയിൽ വരണമെന്നുണ്ടായിരുന്നു, പക്ഷെ എന്തുകൊണ്ടാണ് രാജ വരാതെ ഇരുന്നത്? Raja feared that grandfather will scold and beat him when he come back home because grandfather was angry when he was soaked in the shower. മരം കുലുക്കി മഴ പെയ്യിച്ച് മുത്തശ്ശന്റെ ദേഹം മുഴുവൻ നനഞ്ഞതിൽ മുത്തശ്ശൻ വളരെയധികം ദേഷ്യവാനായിരുന്നു എന്നും തിരിച്ചു എന്നാൽ എന്നെ വഴക്ക് പറയുമെന്നും അടിക്കുമെന്നും രാജായ്ക്ക് ഭയമുണ്ടായിരുന്നു. This fear of grandfather prevented Raja from coming out of the cowshed. ഈ മുത്തശ്ശനെ പറ്റിയുള്ള ഈ ഭയം കാരണമാണ് അവൻ പശുത്തൊഴുത്തിന്റെ വെളിയിൽ ഇറങ്ങാതെ ഇരുന്നത്. Question number 5. What would Raja say to his grandfather when he returned home? When Raja returned home, he will say sorry to his grandfather. He will also say that he will not repeat his mistakes again. അപ്പോൾ രാജ തിരിച്ച് വീട്ടിൽ വന്നാൽ അവൻ മുത്തശ്ശനോട് എന്ത് പറയുമായിരിക്കും? ഉത്തരം നോക്കിക്കേ. രാജ തിരിച്ച് വീട്ടിൽ വന്നാൽ അവൻ മുത്തശ്ശനോട് സോറി പറയുകയും അവൻ ഈ തെറ്റുകൾ ഇനി ആവർത്തിക്കില്ലെന്ന് പറയുകയും ചെയ്യും. ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ എന്ന് പറഞ്ഞ സ്റ്റോറി 3 പാർട്ടായിട്ട് ലെസൺ മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്ത് ഓരോ ചാപ്റ്റർ ആ പേജസിൻ്റെ സൈഡിലുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സും എല്ലാം ആൻസർ ചെയ്തിട്ടുണ്ട്. ന്യൂ വേർഡ്സ് ആൻഡ് മീനിങ്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ
ഇതിൻ്റെ റിവ്യൂ ക്വസ്റ്റ്യൻസും മറ്റ് ആക്ടിവിറ്റീസുമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ പഠിപ്പിച്ചതെല്ലാം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ദ വീഡിയോ. ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ യു വിൽ ഗെറ്റ് എ നോട്ടിഫിക്കേഷൻ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ. ഇപ്പം നിങ്ങൾക്കിത് ഹെൽപ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ആസ്ക് ദം ഓൾസോ ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.